ഒരു പ്രധാനപ്പെട്ട മത്സരം നടന്ന കോഴിക്കോട്ട് സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ, കോഴിക്കോട് ഇപ്പോൾ എക്സിറ്റ് പോൾ ഒക്കെ വന്നതിന് ശേഷം കുറെ കൂടി റിലാക്സ് ചെയ്ത് മുന്നണി പ്രത്യേകിച്ച് UDF ഒക്കെ ഇരിക്കുന്നുണ്ടാകും. കോഴിക്കോട് എന്തെങ്കിലും അടിയൊഴുക്കുണ്ടോ? നമുക്ക് ആദ്യം അറിയേണ്ടത് അതാണ്. കോഴിക്കോട് എന്തെങ്കിലും അടിയൊഴുക്കുണ്ടോ എന്നത് ഇപ്പോഴായിരിക്കുമല്ലോ അറിയാൻ കഴിയുക. അവിടെ നെഞ്ചടിക്കേണ്ട സാഹചര്യം അവിടുത്തെ UDFന് രാഘവേട്ടൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിക്കുണ്ടോ? വിജയകുമാർ, ഹാഷ്മി, നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല എന്നാണ് നമുക്ക് UDF ക്യാമ്പിൽ നിന്ന് വ്യക്തമാവുന്നത്. അവരിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുമുണ്ട്. കഴിഞ്ഞ തവണ 85,000-ത്തിലധികം വോട്ട് നേടിയെങ്കിൽ അത് ഇത്തവണ 50,000-ത്തിലേക്ക് താഴും എന്ന് അവർ ഉറപ്പിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും വിജയത്തിൽ ഒരു വിധത്തിലുമുള്ള ആശങ്കയും UDF ക്യാമ്പിനില്ല. MK രാഘവൻ 4ാം തവണയും പാർലമെന്റിലെത്തും എന്ന് തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. എന്നാൽ ഇടത് ക്യാമ്പ് വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ 3 തവണത്തെ പോലെ ആയിരിക്കില്ല ഇത്തവണ ഒരു അടിയൊഴുക്കിന് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ഒരു പ്രതീക്ഷ ഇടത് ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എളമരം കരീം എന്നുള്ള CPIM-ന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം തന്നെ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം, ഏറ്റവും ഒടുവിൽ വീണ് കിട്ടിയ മുസ്ലിം ലീഗ് സമസ്ത വിവാദം ഉൾപ്പെടെ അതെല്ലാം തന്നെ ഇടത് ക്യാമ്പിന് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ ഇടത് ക്യാമ്പും വെച്ചുപുലർത്തുന്നുണ്ട്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് 2019-ൽ 81.46% പോളിംഗ്. അത് ഇത്തവണ 75.52 ആയി കുറഞ്ഞിരിക്കുന്നു. അതായത് 6% പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. അത് UDF-ന്റെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഭീതിയെ ആഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടത് ക്യാമ്പ് പറയുന്നത്. കാരണം LDF-ന് ലഭ്യമാവുന്ന വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ബാക്കി വന്ന അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെടാതെ കിടക്കുന്നത് UDF-ന്റെ വോട്ടുകളാണ് എന്നാണ് ഇടത് ക്യാമ്പ് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ NDA-യുടെ സ്ഥാനാർത്ഥി MT രമേശിന്റെ കാര്യം കൂടി നമുക്ക് പരാമർശിക്കാം. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ തവണ 1,61,000 വോട്ട് NDA പിടിച്ചിരുന്നു. അത് ഇത്തവണ 2.5 ലക്ഷത്തിലധികം വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി NDA ക്യാമ്പിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് NDA വോട്ടുകൾ ഒരിക്കലും ആർക്കും ഇടതു മുന്നണിക്കോ വലതു മുന്നണിക്കോ പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ പറയുന്നതനുസരിച്ച് ഇതാണ്. അവിടെ UDF-ന് ഭൂരിപക്ഷം കുറഞ്ഞാലും അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അവരുടെ ക്യാമ്പ്. രാഘവേട്ടൻ എന്ന് പറയുന്ന ജനകീയതയ്ക്ക് ബദലായി കരീമിക്ക എന്നൊക്കെ നറേറ്റീവ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പക്ഷേ രാഘവേട്ടൻ വലിയ നമ്മളോടൊക്കെ പോയതാണല്ലോ. അപ്പോൾ അവർക്ക് ഏത് സമയത്ത് നമ്മൾ ഫോൺ വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കും. ഇപ്പൊ രാത്രി വിളിച്ചാൽ പോലും 5 മിനിറ്റ് അത് തിരിച്ചു വിളിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് പരീക്ഷ നോക്കാവുന്ന, വിളിച്ചു നോക്കിയാൽ തിരിച്ചു വിളിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വലിയ ജനകീയതയുണ്ട്. ഒരു 10 ഒന്ന് നോക്കാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.